നാസിഫ് ഹയാത്ത് മെഡിക്കെയറിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. എല്ലാവരും നാസിഫിനെ കുറിച്ച് തന്നെയായിരുന്നു പരാമർശിച്ചു കൊണ്ടിരുന്നത്. ഒരു ചെറുപ്പക്കാരൻ, ഒരു വലിയ സ്വപ്നങ്ങളുമായി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ക്ലിനിക്കിൽ നിന്നും 3 ഡോക്ടേഴ്സിൽ നിന്നും ഏതാനും സ്റ്റാഫുകളിൽ നിന്നും 30ഓളം ഡോക്ടർമാരാകുന്നു 100ഓളം സ്റ്റാഫുകളിലേക്ക് എത്തുന്ന ഹയാത്ത് മെഡിക്കെയർ ഒരു വലിയ സ്വപ്ന പദ്ധതിയിലേക്ക് മുന്നേറുകയാണ്. അതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് പുതിയ 8 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു മെഷീനറി സംവിധാനം ഇന്നിവിടെ ലോഞ്ച് ചെയ്യപ്പെട്ടു. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനങ്ങളെല്ലാം നിർവഹിച്ചത്. നമുക്കൊപ്പം മാനേജിംഗ് ഡയറക്ടർ ചേരുകയാണ്. നാസിഫ്, വലിയൊരു സന്തോഷകരമായ നിമിഷത്തിലൂടെയാണ് കടന്നത്. അതെ, വലിയ സന്തോഷമുള്ള ദിവസമാണ്. കാരണം നമ്മൾ ഒരു 5 വർഷം കൊണ്ട് നമ്മൾ ഇത്ര ഒരു സ്ലോ ജേണിയാണ് നമ്മളെ സംബന്ധിച്ച്, സ്ലോ ഗ്രോത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഓരോ സ്റ്റെപ്പും വളരെ കഴിയുന്ന രീതിയിൽ സൂക്ഷ്മമായി വെക്കുക, അത് പൂർണ്ണമായിട്ടും നാട്ടുകാർക്ക് പ്രയോജനപ്പെടുത്തുക, ആ പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു പരിധിയിൽ കൂടുതൽ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാനും നടത്താനും സാധിച്ചു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ 5 വർഷം ഇന്നിപ്പോൾ 8ഓളം ഡിപ്പാർട്ട്മെൻറ്റുകൾ തുറന്നു. എന്തൊക്കെയാണ് കുറ്റിപ്പുറത്തുകാർക്ക് ഹയാത്ത് മെഡിക്കെയറിൽ നാളെ മുതൽ ലഭ്യമാകുന്ന സേവനങ്ങൾ? ഏതെല്ലാം വിഭാഗമാണ് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ ഒരു വിശദാംശം. ഓൾറെഡി നമുക്ക് ഇവിടെ ഇപ്പോൾ OP സംവിധാനമാണ് ഉള്ളത്. ഇൻ പേഷ്യൻസ് നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഒബ്വിയസ്ലി ഒരു 4 കൊല്ലമായിട്ട് ക്ലിനിക്കിൻ്റെ മീൻസ് ലീഗലി ക്ലിനിക്കായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. സോ നമ്മളിപ്പോൾ അത് IP സംവിധാനത്തിലേക്ക് മാറി. നമ്മൾ ഏകദേശം ഒരു 50 ബെഡ് കപ്പാസിറ്റിയിലേക്ക് മാറി. രണ്ടാമത് നമുക്കൊരു ഫുൾ ഫ്ലെഡ്ജ് തിയേറ്റർ, 2 തിയേറ്റർ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ലേബർ റൂം നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ICU സംവിധാനം, അതേപോലെ തന്നെ ഡെൻ്റൽ കെയർ, ഐ കെയർ, ഓൾമോസ്റ്റ് എല്ലാ സ്പെഷ്യാലിറ്റിയും, സൂപ്പർ സ്പെഷ്യാലിറ്റി ആൻഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ലെവലിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ തൊട്ട് ആളുകൾക്ക് എല്ലാ ട്രോമാസും എല്ലാ ആളുകൾക്കും ഒരു ആശ്രയമാവുക എന്നുള്ളതിൽ നമുക്ക് 100% ഗ്യാരൻറ്റീഡ് ആണ്. നമുക്ക് അതിനുള്ളൊരു ടീമുണ്ട്. നമുക്ക് ഡോക്ടേഴ്സിൻ്റെ സൈഡിലാണെങ്കിലും പാരാമെഡിക്കൽ നേഴ്സിൻ്റെ സൈഡിലാണെങ്കിലും എല്ലാം ഒരു വെൽ നോളജ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള തൊട്ടടുത്ത വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും സ്റ്റാഫുകളും ഒക്കെ നമ്മളിവിടുത്തെ ലഭ്യമാണ്. അപ്പോൾ കുറ്റിപ്പുറത്തുകാർക്ക് ഇനി ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഒരുപാട് 10-14 കിലോമീറ്റർ ഓടുന്ന ആ ഒരു സംവിധാനത്തിനൊരു പരിധി വരെ, എല്ലാം പൂർണ്ണമായിട്ടും പറയണമെന്നില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ വലിയൊരു ആശ്രയമായിരിക്കും ഹയാത്ത് മെഡിക്കെയർ എന്നുള്ളതാണ്. വലിയൊരു പാർക്കിംഗ് സംവിധാനമാകുന്നു. ഒപ്പം ഈ ഒരു പരിസരത്ത് ആശുപത്രികളിലില്ല. അതുകൊണ്ട് തന്നെ കുറ്റിപ്പുറവും പരിസര പ്രദേശത്തുള്ള ആളുകളെയും രോഗികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എങ്കിൽ പോലും അങ്ങനെ വരുന്ന പക്ഷം ഹയാത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ മനുഷ്യനുള്ളിടത്തോളം കാലം നമുക്ക് അസുഖങ്ങൾ ഉണ്ടായിരിക്കും. കാലാവസ്ഥയൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലും എല്ലാം ഇതിന് ഡിപ്പെൻഡഡ് ആണ്. അതൊക്കെ നമ്മൾ അറിയണതുമാണ്. നമുക്ക് ഡേ ബൈ ഡേ പുതിയ രോഗം വരികയും പോവുകയൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അസുഖങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്നുള്ളതിനെ, പക്ഷേ വരുന്നവർക്ക് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, അവർക്ക് അതിനുള്ളൊരു ആശ്രയമാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10-40 വണ്ടിയോളം അറ്റ് എ ടൈമിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് സംവിധാനം തന്നെ നമുക്കുണ്ട്. രണ്ടാമത് 24 ഹവേഴ്സും വർക്ക് ചെയ്യുന്ന എമർജൻസി ട്രോമ ഫിസിഷ്യൻ, അതേപോലെ തന്നെ പീഡിയാട്രീഷ്യൻ, അതേപോലെ ഗൈനക്ക്, ഓർത്തോ, ജനറൽ സർജറി തുടങ്ങിയ ഏകദേശം ഒരു 6ഓളം ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് 24 ഹവേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 13 ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വിസിറ്റേഴ്സ് ഡോക്ടേഴ്സ് ഉണ്ട്. ടോട്ടൽ നമുക്ക് 33 ഡോക്ടേഴ്സ് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഇവിടെ സേവനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ കുറച്ചതും കൂടിയും ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതും കൂടിയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. എന്താണ് കുറ്റിപ്പുറത്തുകാരോട് പറയാനുള്ളത്? കുറ്റിപ്പുറത്തുകാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് 100% ഉറപ്പ് വരുന്നത് ആരോഗ്യ മേഖലയിൽ നിങ്ങൾക്കൊരു ആശ്രയമായിരിക്കും എന്നുള്ളതാണ്. ഇത് പുതിയ ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും കൊണ്ടുവരുന്നതിലുപരി ആരോഗ്യപരമായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ദൂരത്തേക്ക് ഓടുന്നൊരു സാഹചര്യം, ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ ദൂരത്തേക്ക് ഒരു സാഹചര്യത്തിനൊക്കെ നമ്മളൊരു ആശ്രയമാവും എന്നുള്ളതാണ്. കൂടുതൽ നമ്മൾ കുറേ ആളുകൾക്ക് ഇപ്പോൾ നിർധനരായ രോഗികൾക്ക് നമ്മൾ ഹെൽത്ത് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ NRIസിന് ഇപ്പോൾ നമ്മൾ കാർഡ് ഇപ്പോൾ ലോഞ്ച് ചെയ്തു. പ്രിവിലേജ് കാർഡ്, ഞങ്ങൾ എല്ലാ സാധാരണക്കാർക്കും പ്രിവിലേജ് കാർഡ്, നമ്മുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലത്തെ ഒരു പാക്കേജ് നമ്മളിപ്പോൾ ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭ ഉദ്ഘാടനമാണ് അവർ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കുറച്ച് ബാക്ക് എൻഡ് പ്രോഗ്രാമുകളുണ്ട്. അതിൽ വലിയൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റിപ്പുറത്തുകാർക്ക് ഇനി നമുക്കൊരു വലിയൊരു എമർജൻസി ട്രോമ കെയർ വരുന്നുണ്ട്. ഗൈനക് മെറ്റേണിറ്റി കെയറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമുക്ക് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആവാനുണ്ട്. അതുപോലത്തെ ഡയാലിസിസ് സെൻറ്റർ, ഫിസിയോതെറാപ്പി സെൻറ്റർ, MRI CT സ്കാൻ ഉൾപ്പെടെയുള്ള എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും ഡിപ്പാർട്ട്മെൻറ്റ്സും ഇവിടെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ്. 2 വർഷം കൊണ്ട് നമ്മളത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 50 ബെഡ് കപ്പാസിറ്റി ഉള്ള നമ്മളെ ഹോസ്പിറ്റൽ ഒരു 100
120 ബെഡ് കപ്പാസിറ്റിയിലേക്ക് 2 വർഷം കൊണ്ട് എത്തിക്കാനും അല്ലെങ്കിൽ ആവാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അതുവഴി ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് ആ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക. അപ്പോൾ സൗകര്യങ്ങൾ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറ്റിപ്പുറത്തുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. അത് അവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചിരിക്കുക എന്നുള്ളതാണ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് സ്വപ്ന പദ്ധതിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. വരും വർഷങ്ങളിൽ, വരും കാലങ്ങളിൽ വലിയൊരു രീതിയിലേക്ക് മാറും തന്നെയാണ് പ്രതീക്ഷ. അതെ, അത് നമ്മൾ വെറുതെ വാക്കാൽ പറയുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ 2 ബ്ലോക്കും വർക്ക് ഏകദേശം ഒരു 70% കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ടെക്നിക്കൽ സൈഡ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം. അത് അത്തരം കാര്യങ്ങൾ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ ഒരു കുറ്റിപ്പുറത്തിന് നമ്മൾ കണ്ട സ്വപ്നത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം, ഒരു അഭിമാനം ഒക്കെ ഉണ്ട്. അതാണ് വലിയ കാര്യം.